ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്താണ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ LED റിംഗ് ലൈറ്റാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ വലിയ കോസ്റ്റുള്ള പ്രൊഡക്ട്സ് ഒന്നല്ല കേട്ടോ, സിമ്പിളായിട്ട് ഏറ്റവും വില കുറവിൽ വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്ട്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റിവ്യൂ യൂണിറ്റ് ആയിട്ടൊന്നും വാങ്ങിച്ചതല്ല, നമ്മുടെ പേഴ്സണൽ യൂസിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയാറുണ്ട്, ചേട്ടാ ഇത്രയും കൂടി നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി ഇത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ LED റിംഗ് ലൈറ്റ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ തന്നെ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡെലിവേർഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലുള്ളതെന്ന്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ടൊരു സെറ്റപ്പ് കാര്യങ്ങളൊന്നും പറയേണ്ടതായിട്ടില്ല. നമുക്കൊരു റിംഗ് ലൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. റിംഗ് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ടാപ്പാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അത് നമ്മളെങ്ങനെ കണക്ട് ചെയ്തൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഇതിലായിട്ട് ട്രൈപോഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഇതും വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഈ സെറ്റപ്പും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം വരുന്ന കാര്യങ്ങൾ. ഇത് ഹോൾഡറാണ്. ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നതെന്ന്. ആസ് പെർ ഡിസ്ക്രിപ്ഷൻ ഇതിനുള്ള കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ. നമുക്കിത് 26 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 10 ഇഞ്ച് സൈസാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഞാൻ വാങ്ങുന്ന സമയത്ത് പറഞ്ഞത് 3 കളറുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ സ്വിച്ച് ഉണ്ട്. സ്വിച്ചിലൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് പവർ ഓൺ ബട്ടണും പിന്നെ പവർ കൂട്ടാനും ചേഞ്ച് ചെയ്യാൻ കളർ ചേഞ്ച് ചെയ്യാൻ 3 കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താണ് ഈ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ, ആ പ്ലഗിൽ കുത്തിയാൽ മതി. അതിനുശേഷം ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ട് ഫസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് കറൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ കളറ് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മുടെ പവർ ഓൺ ബട്ടണാണ്. നമ്മൾ പവർ ഓൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകാശം കാണാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കളർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ച് മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ നമ്മളൊന്ന് പുറത്ത് നല്ല വെളിച്ചമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ ഫീൽ ചെയ്യുന്നത്. കണ്ടോ, കളറുകൾ മാറുന്നതായിട്ട് മനസ്സിലാവും. ഞാൻ ഇനി ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രകാശം എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഓൺ കൊടുക്കുകയാണ്. കണ്ടോ, ഇനി നമ്മൾ കളർ ചേഞ്ച് കൊടുക്കുകയാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ വാം കളർ വേണമെങ്കിൽ വാം കളർ സെറ്റ് ചെയ്യാം. നമുക്കൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വേണ്ട, നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നോക്കിയേ, കണ്ടോ, നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ കുറേ നോക്കിയിരുന്നു. ഇങ്ങനത്തെ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വഴിയാണ്. പിന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റ് അത്ര വലിയ കോസ്റ്റുള്ള സാധനമില്ല. 381 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഈ പ്രൊഡക്റ്റ് തന്നെ വാങ്ങണമെന്ന് ില്ല ഇതുമായിട്ട് നോക്കിയതിന് ശേഷം എനിക്കിതിന് പറയുകയാണെങ്കിൽ 4.1 വേണമെങ്കിൽ റേറ്റിംഗ് കൊടുക്കാം. ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ റിംഗ് ലൈറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1.5 കൊല്ലം മുന്നേ വാങ്ങിച്ചതാണ്. 350 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ലഭിക്കും. ഇത് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ മൊബൈൽ ഹോൾഡർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഹോൾഡർ നമ്മൾ ഊരിയെടുത്തു. ആ പൊസിഷനിൽ നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതാണ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 4 ബട്ടൺ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലസ് കൂട്ടാനും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ലൈറ്റ് കുറഞ്ഞു വരുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഡിമ്മായിട്ട് നമുക്ക് എങ്ങനെ ബ്രൈറ്റ്നസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, കൂട്ടണമെങ്കിൽ ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂടി വരും. ഇതിൽ സെൻറ്ററിലൊരു ബട്ടൺ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണം. 3 കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കളർ ചേഞ്ച് ആവുമെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരു ഹൈ വൈറ്റ് കളറും പിന്നെ അതിനൊരു ബ്ലൂ കളറും പിന്നെ കഴിഞ്ഞാൽ വാം കളറും. ഇങ്ങനത്തെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പറയല്ലേ സൂപ്പർ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നു. വലിയ എക്സ്പെൻസുള്ള പ്രൊഡക്റ്റ് ഒന്നല്ല.
അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ നിങ്ങൾക്ക് വാങ്ങിച്ച് ഞാനിത് എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിച്ചാണ്. ബട്ട് നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ 4.3 തന്നെ റേറ്റിംഗ് കൊടുക്കും കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാതാണ്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് വീഡിയോസ് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ റീൽസ് ചെയ്യുമ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് വീഡിയോസ് വെക്കാൻ താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി പ്രൊഡക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി കൂട്ടാനായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കാരണം. അപ്പോൾ വീഡിയോ ഇതോട് നിർത്താണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.